പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിവരിക്കാം. രാത്രിയിൽ ഹസ്ബൻഡ് ആളുകളുമായി ചാറ്റ് ചെയ്ത് ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നു. പിന്നീട് അവർ നമ്മളെ ഫോണിൽ വിളിച്ചിട്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരു ഹോട്ടൽ റൂം പറയും, അവർ ആ റൂം എടുക്കും. പിന്നെ ഹസ്ബൻഡ് എന്നെ അവിടെ കൊണ്ടുപോയിട്ടിട്ട് പുള്ളി അങ്ങ് പോവും. പിന്നെ ഞാൻ റൂമിൽ കയറി ഒരു ഷോർട്ട് ബ്രേക്ക് ഉണ്ടായിരുന്ന മൂടും കളഞ്ഞു. പിന്നല്ലാണ്ട് ഇൻട്രസ്റ്റ് വരുമായിരുന്നു. അത് കൊള്ളാലോ. പെണ്ണിനെ കണ്ടപ്പോ രണ്ടും ആഫ്രിക്കൻ പായൽ എടുത്ത പോലെ ഞാൻ അടുത്തല്ലോടാ. ഇവിടെ പോയി കണ്ണൂർ നിൽക്കടാ, കോഴിക്കോട്ടും പോയി നിൽക്കും. നിങ്ങൾക്ക് ബ്രേക്കിന് താല്പര്യമില്ലെങ്കിൽ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഈ ചർച്ച നമുക്ക് ദൂരടാ. 2015 കേരളത്തെ മുള്ളുവേലിയിൽ ഞാത്തിക്കടത്തിയ ഓൺലൈൻ പെൺവാണിഭത്തെ കുറിച്ച് പ്രതികരിക്കുവാൻ കണ്ണൂർ സ്റ്റുഡിയോയിൽ നിന്നും ദിവാകരനുണ്ട്. ദിവാകര, താല്പര്യമുള്ള വിഷയമല്ലേ, പ്രതികരിച്ചുകൂടെ? താല്പര്യമുണ്ട്. ദിവാകര ഓൺലൈനിലുണ്ടോ? ലൈനിലുണ്ടോ? ലൈനിലുണ്ടോ? ഞാൻ ഈ ലൈനല്ല, വാർത്തയുടെ ലൈനിലുണ്ടോ? ഉണ്ടല്ലോ. ദിവാകരൻ, ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞാട്ടെ, ഞങ്ങൾ കേൾക്കട്ടെ. എനിക്ക് പറയാനുള്ളത് ഭരണഘടനാ വിരുദ്ധവും ഭരണത്തിന്റെ വിസ്ഫോടനവുമായ ഭരണത്തിന്റെ ഒരു വൻ വീഴ്ചകളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുഡ്. കേരളത്തിൽ റബ്ബറിന് വിലയിടിഞ്ഞു. അതിനെക്കുറിച്ച് ചോദിക്കാൻ ആരുമില്ല. എന്തിന് കേരളത്തിൽ ഇപ്പൊ കിഴങ്ങിന് പോലും വിലയിലായിരിക്കുകയാണ്. ദിവാകരൻ, ഈ പെൺവാണിഭവും കിഴങ്ങും തമ്മിൽ എന്താണ് ബന്ധം? മനസ്സിലാകുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ. സുഹൃത്തെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നേരത്തെ നിങ്ങൾ റബ്ബറിനെ കുറിച്ച് സംസാരിച്ചു. നിങ്ങളുടെ ഭരണകാലത്ത് റബ്ബറിന് വില ഇടിവായിരുന്നു. ഞങ്ങളാണ് ആ വില ഉയർത്തി കാണിച്ചത്. രത്നാകരൻ, പ്ലീസ്. രത്നാകരൻ, ഞാൻ ഇടപെടുകയാണ്. ഈ പെൺവാണിഭത്തിനിടയിൽ റബ്ബറിന്റെ കാര്യം എന്തിനു വലിച്ചെടുക്കുന്നു? മനസ്സിലാകുന്നില്ല വീട്ടുകാർക്കും പ്രേക്ഷകർക്കും. എന്റെ മാന്യ സുഹൃത്ത് ചോദിച്ചല്ലോ, ഈ റബ്ബറിന്റെ വിലയെ കുറിച്ച് ചോദിച്ചല്ലോ. ഞാൻ അതിലേക്ക് വരാം. ഞാൻ ചോദിക്കട്ടെ, 1800-2016 ദിവാകരൻ, നിങ്ങൾ ആ വർഷം സിനിമയുടെ CD എടുത്ത് 2 തവണ ഒന്ന് കാണണം. ഇനി വർഷം ഉണ്ടാക്കണ്ട. 1978 അന്നത്തെ മന്ത്രി ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ തെളിവുണ്ട്. തെളിവെടുത്ത് കേരളത്തിൽ ഇല്ലാത്ത ഒരു സാധനം ഇതായിരുന്നു. അതും ഇപ്പൊ കിട്ടി. നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ എന്റെ കയ്യിലും തെളിവുണ്ട്. ഞങ്ങൾ എത്ര ശതമാനം റബ്ബറിന്റെ വില ഉയർത്തി കാണിച്ചു എന്നുള്ളതിന്റെ തെളിവ്. മിസ്റ്റർ രത്നാകരൻ, എന്തോ ഞാൻ ഇടപെടുന്നു. പെൺവാണിഭത്തിൽ എന്തിനാണ് റബ്ബർ? അല്ല, ഇവിടെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇവിടെ പാവപ്പെട്ടവർക്ക് ഇവിടെ നിങ്ങൾ ബീഫ് കഴിച്ചവരെ തല്ലിക്കൊല്ലുന്നു. ഇതിനെതിരെ പ്രതികരിക്കാൻ ആരുമില്ല കേരളത്തില്. ബീഫ് നിങ്ങൾ വഴിതെറ്റിക്കുകയാണോ? ഞാൻ ചോദിക്കട്ടെ, ബീഫ് എന്താണ് ഇവിടെ വിഷയം? ബീഫിന്റെ കാര്യമല്ലല്ലോ, ഇത് പെൺവാണിഭ ചർച്ചയല്ല ഇവിടെ നടക്കുന്നത്. നിങ്ങളുടെ ഭരണകാലഘട്ടത്ത് ഞാൻ ചോദിക്കുന്നത്, മുല്ലപ്പെരിയാറിന്റെ പൊത്ത് എന്താ അതിന് പറയുന്നത്? എന്തിനാണ് ഇവിടെ ഈ ദ്വാരത്തിന്റെ? നിങ്ങൾ വഴിതെറ്റിക്കരുത്. ഞാൻ അതിലേക്കാണ് പറഞ്ഞു വരുന്നത്. കേരളത്തിലെ അരിപ്രശ്നത്തെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇവിടെ പീഡനം നടന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോ എന്തിനാണ് അരിപ്രശ്നം മാറ്റാവുന്നില്ല? അരിപ്രശ്നമാണല്ലോ. ഈ പീഡനം നടത്തുന്നവർ അരിപ്രശ്നമാണല്ലോ ഇത്. നിങ്ങൾ ഒരു ദിവസം കൊണ്ട് റേഷൻ കാർഡ് കൊട്ടിഘോഷിച്ചല്ലോ, കൊടുത്തു. എന്നിട്ട് ആർക്ക് കൊടുത്തു? സുഹൃത്തെ, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, പീഡനത്തിന് എന്തിനാണ് റേഷൻ കാർഡ്? റേഷൻ കാർഡ് കൊണ്ടാണോ എല്ലാവരും പീഡിപ്പിക്കാൻ പോകുന്നത്? അതിലോട്ടാ വരുന്നത്, അതിലോട്ടാണ് കടന്നു വരുന്നത്. നിങ്ങൾ വന്നാട്ടെ. സുഹൃത്തെ, നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കണം. എൻഡോസൾഫാനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എൻഡോസൾഫാൻ അടിച്ച് എത്ര പച്ചക്കറികളാണ് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് ഒഴുകിയത്? എൻഡോസൾഫാൻ എന്തിനാണ് പീഡനത്തിനകത്ത് വലിച്ചെടുക്കുന്നത്? നിങ്ങൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾ തെന്നിമാറിയാണ് വിഷയം. നിങ്ങൾ പ്രേക്ഷകരെ വഴിതെറ്റിക്കുകയാണ്. ഞാൻ ആ വിഷയത്തിലോട്ട് കടന്നു വരാം. എനിക്ക് വീട്ടിൽ കാണിക്കുന്ന ഒരു ശീലമായത് ഇതല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആറന്മുള വിമാനത്താവളം, അതിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ആറന്മുള വിമാനത്താവളമാണോ പീഡനത്തിന് മെയിൻ കാരണം? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇതിനൊക്കെ പ്രോജക്ട് വെച്ചത് ഞങ്ങളാണ്. ഓവർ ബ്രിഡ്ജിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുക. ജനങ്ങൾക്ക് എന്റെ നന്മയാണ് നിങ്ങൾ ചെയ്യുന്നത്. പിന്നെ മെട്രോ നിങ്ങൾ ചെയ്തില്ലേ? നിങ്ങൾ വ്യക്തമായ ഉത്തരം തരണം. പീഡനത്തിന്റെ വിഷയമാണ് ഇവിടെ ചർച്ച. ഓൺലൈൻ പെൺവാണിഭമാണ് ചർച്ച. അതിലോട്ടാണ് കടന്നു വരുന്നത്. അവിടെ എന്തിനാണ് പട്ടി കളിക്കുന്നതിനെതിരെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചോ? ചേരിയിലെ സംസാരിക്കരുത്. കാരണം നമ്മൾ രണ്ടുപേരും രണ്ട് പാർട്ടിക്കാരാണെങ്കിലും ഒരു ചേരിയിൽ ജീവിക്കുന്നവരാ. താൻ അങ്ങനെ സംസാരിക്കരുത്. താൻ അങ്ങനെ സംസാരിക്കരുത്. അങ്ങനെ സംസാരിച്ചു പോലെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ്.
താൻ എന്റെ ഒളിവിലെ ജീവിതം എന്നുള്ള ആ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടോ? താനെ ഏതെങ്കിലും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ട് ഒളിവിൽ പോയി ജീവിച്ച കഥ അത് വായിക്കേണ്ട ഗതികേട് എനിക്കും എന്റെ പാർട്ടിക്കും ഒന്നുമില്ല. എടോ താൻ വൃത്തിയോട് പറയരുത്. താൻ വീണ്ടും പഴയ ലെവലിലേക്ക് പോവാണ്. ഏത് ലെവല്? താൻ വീണ്ടും പഴയ ലെവലിലേക്ക് പോവാണ്. താൻ ആ ചേരി സ്വഭാവം എന്റെ അടുത്ത് കാണിക്കരുത്. എന്റെ ചേരി സ്വഭാവം എന്റെ അടുത്ത് കാണിക്കരുത്. സമയം കഴിച്ചിരിക്കുന്നു. രണ്ട് സാംസ്കാരിക സമ്പന്നന്മാരിഞ്ഞ് വന്നേ. നീയൊക്കെ എന്നാ പണിയുടെ കാണിച്ചത്? എടാ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഈ പെങ്കൊച്ചിനെ കൊണ്ട് സമ്മതിപ്പിച്ചൊരു സെൻസേഷൻ വാർത്ത ഉണ്ടാക്കിയത്. രണ്ടും കൂടെ കാട് കയറി അത് കുളവാക്കിയില്ലോ. അത് എടാ ശബരിമലയിലോട്ട് കെട്ടി പോകുന്നവന്മാര് എന്തിനാ മലാറ്റു പള്ളി ചെന്ന് കയറുന്നത്? കാട് കയറി എല്ലാം നശിപ്പിച്ചിട്ട് വന്ന് നിൽക്കുന്നു. പൊക്കോണം. രണ്ടും എന്റെ കൺമുട്ടത്ത് കണ്ടുപോയത്. എന്താ നോക്കിക്കോളാം. പോടാ സാർ. വായിട്ടടച്ച ഞാനല്ലോ. നിന്റെയാണോ ഒറ്റ അടച്ചത്? സാർ ഇവിടെ എന്താണ് മറ്റേ കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റേത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താന്ന്? തൊരയോ? സാറ് വെറൈറ്റി ആയിട്ടൊരു മരണ വാർത്തയും കൊണ്ടുവരണമെന്ന് പറഞ്ഞില്ലേ? അതും കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ പഞ്ചായത്തില് ഒരാൾ ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു. ഭയങ്കര വെറൈറ്റി ആയിട്ട്. വേഗം അത് ഫ്ലാഷ് ന്യൂസ് വിട്. ആയിക്കോട്ടെ. പക്ഷെ ഒരു കുഴപ്പം. എന്ത് കുഴപ്പം? ഈ മരിച്ചാളുടെ ഫോട്ടോ കിട്ടിയില്ല. ഇത് ഇനി മാറാം. ആദ്യമായിട്ട് വന്നോണ്ടാ വരെ ഇതൊക്കെ പഠിച്ചോളും. അതെ പഴയ കാലത്തായാലും ചത്ത ആരെങ്കിലും ഫോട്ടോ കയറ്റി വിട്ടാൽ മതിയെന്ന്. അത് മുന്നേ സാറിനെ സമ്മതിക്കണം. അതിന് പേടിക്കേണ്ട കാര്യം. ഞാൻ എന്തോ ചെയ്യുമെന്ന് നോക്കണേ. ഇത് കഷ്ടകാലമല്ലാതെ എന്ത് പറയാം. എന്ത് ചെയ്യുമെന്ന് പറയാ. എന്താ വിഷമിച്ചിരിക്കുന്നേ? പിന്നെ വിഷമിക്കാതെ എന്ത് ചെയ്യും? എല്ലാം ചീറ്റിപ്പോവാന്ന്. എന്റെ അമ്മാവനെ വെച്ചൊരു പെരുക്കാന്ന് വിചാരിച്ചപ്പോ അത് ചീറ്റിപ്പോയി. നീ കൊണ്ടുവന്ന് ആ പെങ്കൊച്ചിനെ വെച്ച് എങ്ങനെയും ഒന്ന് പിടിച്ചു കയറാന്ന് വിചാരിച്ചപ്പോ അത് 8 തലേ പൊട്ടി. എന്തോ ചെയ്യാനാണ്. ഒരു മിനിറ്റ്. ദൈവം ആരെങ്കിലും ചീത്ത വിളിക്കാനായിരിക്കോ? ഹലോ. അതെ. എപ്പോ? സത്യമാണോ ഈ പറയുന്നത്? അതെയോ? ഓക്കെ ചെയ്യും. ഓക്കെ. മുത്ത് എന്നെ ഒന്ന് പിച്ചിക്ക്. എന്നെ പിച്ചിക്കൊല്ലുന്നു. സാറല്ലേ പിച്ചാൻ പറഞ്ഞേ? സ്വപ്നം കാണുവാണോ എന്നറിയാൻ ഒന്ന് പിച്ചാൻ പറഞ്ഞപ്പോ ഇങ്ങനെയാണോ പിച്ചത്? അങ്ങനെയായിരുന്നു. എന്നാ പിന്നെ അടിയായിരുന്നു നല്ലത്. എന്താ ഇത്ര സന്തോഷിക്കാനുള്ള കാരണം? മുത്ത് ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ സമുദായിക നേതാവ് മല്ലപ്പള്ളി നടേശൻ സാറേ ഇവിടെ അടുത്തൊരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നെന്ന്. ഫസ്റ്റ് അതായിരുന്നു. അതിന്റെ ബോർഡും ഫ്ലെക്സും ഒക്കെ ഞാനും കണ്ടതാ. അതല്ലെന്ന് വരുന്ന വഴി നമ്മുടെ ചാനലിന് ഒരു ഇന്റർവ്യൂ തരാമെന്ന് പറഞ്ഞു. രക്ഷപ്പെട്ടു. പക്ഷെ ഇതിപ്പോ ആര് ചെയ്യുമെന്നാണ് എന്റെ സംശയം. ഇവിടെ ഉള്ളവന്മാരെ കൊണ്ട് ജയിച്ചാൽ എല്ലാം കുളവാക്കും. എന്നാ സാറേ ഒരു നല്ല ഐഡിയ ഉണ്ട്. നമുക്ക് കൊള്ളാവുന്ന ആരെങ്കിലും വെളിയിൽ നിന്ന് വിളിച്ച് ജയിപ്പിച്ചാലോ? അപ്പൊ ഈ കാശ് കൊടുക്കും ഞാൻ ഈ കോട്ടും സാറ് ചെയ്താലും മതി. അത് മതി. പക്ഷേ എങ്ങനെ വെറൈറ്റി ആയിട്ട് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വെറൈറ്റി വേണം. ഒരു സർക്കാരല്ല ഒരു സർഗാത്മകമായ ശൈലിയിൽ വെറൈറ്റി ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? സർഗാത്മകമായ ഐഡിയ. നമ്മുടെ തൊട്ടടുത്ത ചാനലിൽ JP ജംഗ്ഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഈ പേനയൊക്കെ ഇട്ട് കറക്കി ഒരു പുള്ളി ചെയ്യുന്നേ അത് തന്നെ. അതുപോലെ ഒരു പിടി പിടിച്ചാലോ? അയ്യോ അത് മനുഷ്യനോട് ദേഷ്യപ്പെടുന്ന പരിപാടിയല്ലേ? ദേഷ്യപ്പെടണം. സാർ ദേഷ്യപ്പെട്ടിട്ട് ഇവിടെ ചിരിച്ചോണ്ട് വരുന്ന ഗസ്റ്റുകളൊക്കെ കരഞ്ഞോണ്ട് വേണം ഇവിടുന്ന് പോവാൻ. കരയിച്ചോണ്ട് വിടാനൊക്കെ അത് എളുപ്പമാണ്. പക്ഷെ അത് എങ്ങനെ ആര് ചെയ്യും? സാറ് ചെയ്യണം. ഞാൻ ചെയ്താൽ മതിയോ? സാറ് ചെയ്തോലോ അത് ശരിയാവുള്ളൂ. മുത്തിന്റെ ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ഏറ്റു. പക്ഷെ ഒരു കാര്യം, മുത്ത് ഒരു ചാക്ക് പേന സംഘടിപ്പിക്കണം. ഒരു ചാക്ക് പേനയോ? അതെന്നതിനാ? ഈ പരിപാടിയിൽ പേനയാണ് മെയിൻ. നമസ്കാരം. ഹരിജി ജംഗ്ഷനിലേക്ക് ഹാർദവമായ സ്വാഗതം. ഒരുപാട് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നായകന്മാർ എൻ്റെ ചോദ്യത്തിനു മുന്നിൽ പകച്ചു തോറ്റു തുന്നം പാടിയ ഈ വേദിയിലേക്ക് നമ്മുടെ പ്രിയങ്കരനായ സാമുദായിക നേതാവും രാഷ്ട്രീയ നേതാവ് കൂടിയായ ആരാധ്യനായ ശ്രീ മല്ലപ്പള്ളി നടേശൻ സാറിനാണ് ഇന്നത്തെ നമ്മുടെ ഹരിജി ജംഗ്ഷനിലെ അതിഥി. നമസ്കാരം സാർ. നമസ്കാരം. എന്റെ ചില ചോദ്യങ്ങൾ ഒരുപക്ഷെ സാറിനെ കരയിപ്പിക്കും,
ഒരുപക്ഷെ സാറിനെ ചിരിപ്പിക്കും. അങ്ങനെ ചില ക്രൂര വിനോദത്തിന്റെ ആളാണ് ഞാൻ. എന്ന് പറയാനോ വന്ന് പെട്ടുപോയില്ലേ, നിങ്ങളെ പോലുള്ള ആൾക്കാരുടെ കയ്യിലെ ഈ പാവം ഞങ്ങളുടെ ജീവിതം ഇരിക്കുന്നത്. സാർ ഈ ഇടയ്ക്ക് ഹിന്ദി പഠിക്കാനായിട്ട് ഡൽഹിയിൽ പോയെന്ന് കേട്ടു, ശരിയാണോ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് സുരേന്ദ്രജിന്റെ അടുത്ത് ഡൽഹി ചെന്ന് ഞങ്ങളുടെ ഇവിടുത്തെ കാര്യങ്ങൾ, എൻ്റെ യാത്രയുടെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഓരോ ആവശ്യങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞ സാർ മലയാളം പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല, പിന്നെ എങ്ങനെയാണ് ഹിന്ദി പറഞ്ഞാൽ മനസ്സിലാകുന്നത്? അതിപ്പോ ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. സാർ ഈയിടെ സുരേന്ദ്രമോദിയെ കാണാൻ പോയിരുന്നു? ഞാൻ 4-5 തവണ പോയിട്ടുണ്ട്. എന്നിട്ട് കണ്ടോ? ഞാൻ ഓരോ തവണ പോകുമ്പോഴും അദ്ദേഹം ഓരോരോ രാജ്യങ്ങളിലാണ്. അപ്പൊ സാർ ചെല്ലുമെന്ന് പറഞ്ഞോണ്ട് മുങ്ങിയതായിരിക്കും. അങ്ങനൊന്നും അല്ലപ്പാ, ചുമ്മാ അങ്ങനെ വെറുതെ ആൾക്കാർ ഓരോന്നും പറഞ്ഞുണ്ടാക്കുന്നത്. അല്ലല്ലേ? അങ്ങനല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഒരു വിഷ്വലേക്ക് പോവാം. വിഷുവോ? അത് ഏപ്രിലല്ലേ? അതല്ല സാറേ, വിഷ്വൽ. ഓ വിഷു. നമുക്ക് സാറ് പറയണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. ആ വിഷ്വൽ കാണാം. കാണാം. ഇതാരാണ് എന്റെ വാട്സാപ്പിലെ വീഡിയോ എടുത്തിട്ട്? എടാ ഇത് മാറ്റണം. അയ്യോ, അത് താഴോട്ടും മേലോട്ടും അടിച്ച് വേറെ വീഡിയോ വന്ന് കയറി വന്നു. മാറ്റ. സാറേ, നമുക്കിനി ഒരു നാക്കുളുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. എന്ത് പറയാനാണ് സാർ? അപ്പൊ ബാംഗ്ലൂരിലെ ബംഗ്ലാവിലെ ബ്ലൂ ബ്ലാങ്കറ്റ്. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ ബാംഗ്ലൂർ എന്നുള്ളത് മാറ്റിയിട്ടെ അതാ ഡൽഹി ഒന്നാക്കാവോ? അത് പറ്റില്ല. ഇല്ല, അത് പറ്റില്ല. അങ്ങനെ ഒരു കാര്യം ചെയ്യും. ഈ ബ്ലൂ എന്ന് പറഞ്ഞത് യെല്ലോ ഒന്നാക്കി തരാവോ? തീരെയും പറ്റില്ല. അതും പറ്റില്ല. അപ്പൊ അറിഞ്ഞുകൊണ്ട് എന്നെ പെടുത്തുകാരുന്നല്ലേ? അല്ലല്ല സാർ, ഒരു മിനിറ്റ്, ഒരു ഫോൺ വരുന്നുണ്ട്. എന്താ മുത്തേ? പറഞ്ഞോളൂ. പോലീസോ? എവിടെ? കോൺഫറൻസ് ഹാളിലോ? എന്താ പ്രശ്നം? ആണോ? ഞാനിപ്പോ അങ്ങോട്ട് വരുവാ. ഞാനങ്ങോട്ട് വരാവുന്ന. ഓക്കെ സാർ, ഒരു മിനിറ്റ്, ഒരു ചെറിയ വിഷയം, ഞാനിപ്പോ വരാം. ഓക്കെ. സാർ, എന്തിനാണ് സാർ ഞങ്ങളോട് പിടിച്ചു നിർത്തിയേക്കുന്നത്? ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്നോടൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. നിന്റെയൊക്കെ തലപ്പത്തുള്ളവർ വരട്ടെ, ഞാൻ അവരോട് സംസാരിച്ചോളാം. സാർ, മേക്കപ്പ് ചെയ്യുമ്പോ പെണ്ണുങ്ങളല്ലേ, ചിലപ്പോ തട്ടിയും മുട്ടി എന്നൊക്കെ ഇരിക്കും. ആ പരിപാടിയാണ്. അല്ല, അല്ലാതെ ഇത് വേറെ ഒന്നുമില്ല സാർ. എന്റെ പാൻ കേക്കാണ് സത്യം. പാൻ കേക്ക് നമ്മുടെ മുഖത്തിടുന്ന സാധനം ഇല്ലേ ഇങ്ങനെ, അതാണ്. ഇപ്പത്തെ മുഖത്ത് നല്ല കള്ളലക്ഷണം ഉണ്ടല്ലോ. ഞാൻ ഇന്ന് വന്നേ ഉള്ളൂ. ഇന്ന് വന്നു നിന്റെ മുഖത്ത് കള്ളലക്ഷണം പാടില്ലെന്നുണ്ടോ? സാർ, എന്താണ് കാര്യമെന്ന് പറഞ്ഞു? നിന്നോടൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. ഇതിന്റെ തലപ്പത്തുള്ളവർ വരട്ടെ, ഞാൻ അവരോട് സംസാരിച്ചോളാം. സാറേ, ആ കോട്ടിട്ടവനാളില്ലേ, അതാണ് ഇതിന്റെ തലപ്പത്തുള്ള ആള്. ചോദിച്ച വെറും മണ്ടന, പുള്ളിയോട് ചോദിച്ചാ മതി. ഹലോ, എന്താ സാർ പ്രശ്നം? എന്തോ പ്രശ്നമുണ്ടല്ലോ. നിനക്കൊക്കെ ജനഗണമന എഴുതിയത് ആരാണെന്നറിയാമോ? അറിയാം, ഉള്ളൂര്. കഴിഞ്ഞല്ലേ? കമോൺ ഗയ്സ്, ഉള്ളൂരല്ല, വള്ളത്തോള്. വള്ളത്തോള് റീറൈറ്റ് ചെയ്തത് ഉള്ളൂരാണ് ശരിക്കും ഇത് എഴുതിയത്. സാറേ, വിവരല്ലേറ്റ് പറയാണ്, ജനറൽ നോളേജ് ഇല്ല. ഷിബു ചക്രവർത്തി. മാമ, അത് ഏത് കാട്ടിലെ ചക്രവർത്തി? എടുക്കണോ? ഇതാരാന്നറിയാം? പറയണോ? അതോർത്ത് ക്രിസ്മസ് പപ്പ. നിന്റെ പപ്പ. സാറിന്റെ അച്ഛനെ വിളിച്ചാണ്. നല്ല കട്ടിയിടല്ല കൊടുത്തേക്കുന്നത്. ഉടനെ പറഞ്ഞു ദൃഷ്ടിദോഷമുള്ള ആളാണ്. ദൃഷ്ടിദോഷോ? കണ്ണു കാണത്തില്ല, മൂടൽ മഞ്ഞ. പഴയ നടൻ മുത്തയ്യ. എന്റെ ബലമായ സംശയം എന്റെ മേക്കപ്പ് ഗുരു വേലപ്പൻ സാറാണോ എന്നുള്ളതാണ്. ഇത് കണ്ടില്ലേ, ഒരു ന്യൂസ് ചാനലിന്റെ ആൾക്കാരാണ് നിന്ന് എന്ന് പറയണത്. സാർ, ഒരു ക്ലൂ തരുമോ? ഞാൻ പറയാം. ക്ലൂ അല്ല, നിന്റെ തലമണ്ടടിച്ച് പൊട്ടിക്കാൻ വേണ്ടത്. എടാ, ഏത് കൊച്ചു കുട്ടികളോട് ചോദിച്ചാലും അവര് പറയണടാ. അതാ പ്രശ്നം, ഞങ്ങൾ മുതിർന്നു പോയി. നീയൊക്കെ മുതിർന്നല്ല, കുതിർന്നു പോയി. അത് കുതിരുന്ന പോലെ കുതിർന്നു പോയി. അതൊക്കെയാണ് നിന്റെ കുഴപ്പം. ന്യൂസ് ചാനലിന്റെ ആൾക്കാർ വന്നിരിക്കുന്നത്. എടാ, ഇത് ജനഗണമന എഴുതിയ മഹാനായ രവീന്ദ്രനാഥ ടാഗോർ.
അതാണ് ഞാൻ എവിടെ പുള്ളിയെ കണ്ടിട്ടുണ്ടെന്ന്. പക്ഷെ ഞങ്ങൾ ഇദ്ദേഹം തമ്മിൽ എന്താണ് വിഷയം? എടാ ഇദ്ദേഹം എങ്ങനെയാടാ നിങ്ങളുടെ പഞ്ചായത്തിൽ ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചത്? ആ നിങ്ങളുടെ ചാനലിൽ ന്യൂസ് പോകുന്നുണ്ടല്ലോ, അതും ഇദ്ദേഹത്തിന്റെ പടം വെച്ചുകൊണ്ട്. നമ്മുടെ ന്യൂസിലോ? ആ ഇതെങ്ങനെ സംഭവിച്ചു? സാറല്ലേ മരിച്ചാളുടെ പടം കിട്ടാഞ്ഞപ്പോ ഏതെങ്കിലും പടം എടുത്ത് വെച്ചോളാൻ പറഞ്ഞ? എനിക്ക് അറിഞ്ഞൂടായിരുന്നു, ഞാൻ ഇതാ എടുത്ത് വെച്ചു. എടാ മഹാഭാവി, നീയൊക്കെ കൂടി തൊലക്കാൻ വന്നാണ്. ആ നിർത്തിക്കോ എല്ലാം പോയി ജിപ്പിക്ക് കയറിക്കോ. ഒറ്റണത്തിനെ നിർത്തില്ല കൊണ്ടുപോലെ സാറേ പ്ലീസ്. ഇത് രാജ്യദ്രോഹ കുറ്റമാണ്. അറിയില്ലായിരുന്നു സാർ. ഒരു ചാനൽ നടത്തിക്കൊണ്ട് വേഷം കെട്ടാ അങ്ങനെ ചെയ്യില്ല സാറേ, ഇനി അങ്ങനെ ചെയ്യില്ല, അങ്ങനെ ചെയ്യില്ല, എല്ലാത്തിനോടും കൂടി ഞാൻ പറയണം. ലാസ്റ്റ് വാണിംഗ് ആണ്. ചെയ്യില്ല സാറേ, ചെയ്യില്ല. ഓ ഏത്ത വിട്ട് നല്ല പരിചയമാണല്ലോ. വീട്ടിൽ ഏത്തവാഴ കൃഷിയുണ്ട് സാർ. ഏത്തവാഴ കൃഷി പിടിക്കണത് സാർ. മേലാല് ഇതുപോലത്തെ വിടുതലങ്ങൾ ആവർത്തിക്കരുത്. എല്ലാത്തിനും സാർ പോകരുത്. സാർ ഞങ്ങൾക്ക് ചെയ്ത ഈ ഉപകാരത്തിന് പകരം ഞങ്ങൾ ഒരു ഉപകാരം ചെയ്യാൻ പോവാണ്. എന്തുപകാരം? സാർ നാളത്തെ വാർത്തയിൽ സാറിന്റെ ഒരു മെയിൻ ന്യൂസ് ഞങ്ങൾ വിടാൻ പോവാണ്. ന്യൂസോ? അതെ. എന്ത് ന്യൂസ്? ജനഗണമന എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ ആണെന്ന് പോലീസുകാർ കണ്ടുപിടിച്ചിരിക്കുന്നു. വിത്ത് ഫോട്ടോ സഹിതം ഞങ്ങൾ ഒരു ഫ്ലാഷ് ന്യൂസ് വിടും സാറിന്റെ. അങ്ങനെയാണെങ്കിൽ പോളീന്ന് മാത്രം കൊടുക്കരുത്. പിന്നെ പോൾ പുത്തമ്പുരക്കൽ വിളിക്കുന്നത് അങ്ങനെയാണ്. പോൾ പുത്തമ്പുരക്കൽ. അപ്പൊ ശരി, സന്തോഷം. പിന്നെ വേറൊരു കാര്യം, മേലാൽ ഇതൊന്നും ഇത് ആവർത്തിച്ചേക്കരുത്. ചെയ്യില്ല സാർ, ചെയ്യില്ല. ഓക്കെ എന്നാൽ മോനെ എന്തിനാടാ എസ് ഐ ഇങ്ങനെ പേടിക്കുന്നത്? അയാള് വെറും മൊയ്താണ്. ഒരു 10 500 ചുറ്റി കൈ കൊടുത്തു കഴിഞ്ഞാല് പട്ടീന്റെ പിന്നാലെ എങ്ങനെ വരും? നേരാണ് കുട്ടിയേ. വേണ്ടെന്ന് കരുതിയപ്പോ താനൊക്കെ തലേ കയറുന്ന നിരങ്ങളോടോ? കാരണം എല്ലാം ജീപ്പിലേക്ക് നാരായണൻകുട്ടി, എടാ പോത്താ.